ഈ വടക്കേ ഇന്ത്യ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. RSSൻ്റെയും BJPയുടെയും വോട്ട് ബാങ്കാണ് എന്നൊക്കെ പറയാറുണ്ട്. ഭരണമുണ്ട്. പക്ഷേ അവിടെ ഹിന്ദുക്കൾ വലിയ തോതിലുള്ള പീഡനങ്ങൾ നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ചിരിക്കും. പക്ഷേ ഹിന്ദുക്കളുടെ വടക്കേ ഇന്ത്യൻ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഹോളി. ഹോളി ആഘോഷിക്കുന്നതിൻ്റെ പേരിൽ വടക്കേ ഇന്ത്യയിൽ ഹിന്ദുക്കൾ വലിയ ആക്രമണത്തിനിരയാവുന്നു. ഞാൻ നോക്കിയത് അലിഗഡ് മുസ്ലിം സർവകലാശാല, അവിടെ ആദിത്യ പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞ MA വിദ്യാർത്ഥി ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. അവിടെ സക്കീർ ഹുസൈൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പാർക്കിൻ്റെ മുന്നിൽ ഹിന്ദു വിദ്യാർത്ഥികൾ ഹോളി ആഘോഷിക്കാൻ നിന്നപ്പോൾ ഒരു സംഘം മുസ്ലിമുകൾ വടികളും തോക്കുകളുമായി വന്നു. ഇവരെ അതിഭീകരമായി മർദ്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, സീത എന്ന വേശ്യയുടെ മക്കൾക്ക് ഒരു പാഠം പഠിപ്പിക്കേണ്ട ദിവസമാണ് എന്ന് പറഞ്ഞു. അവസാനം മർദ്ദനം കൊണ്ട് ഈ കുട്ടികളൊക്കെ നിലവിളിച്ചപ്പോൾ അവരുടെ നേർക്ക് തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നീയൊക്കെ ഹോളി ആഘോഷിക്കണമെങ്കിൽ ഇനിയുള്ള എല്ലാ മാസവും 1000 രൂപ വീതം ജസിയ, അറിയാലോ മുഗൾ ഭരണകാലത്ത് ഹിന്ദുക്കൾ കൊടുക്കേണ്ടി വന്ന നികുതിയാണ്, ജസിയ തന്നാൽ, ആ നികുതി തന്നാൽ മാത്രം ഹോളി ആഘോഷിക്കാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഫാസിസ്റ്റ് ഇന്ത്യയിൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലാണ്. അതുകൂടാതെ സർ, ഞാൻ കാണുന്നു ആഗ്രയിൽ, പിന്നെ ഹൈദരാബാദിൽ ഒക്കെ ഹോളി ആഘോഷത്തിന് നേരെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അക്രമികൾ വലിയ തോതിലുള്ള ആക്രമണം നടത്തുന്നു. ഇതെന്തൊരു നാടാണ് ഇത്? ഈ നിറങ്ങളുടെ ഉത്സവമാണ്. അതെ, ഹിന്ദുക്കളെ എത്രയോ നൂറ്റാണ്ടുകളായിട്ടോ രംഗോളി എന്നൊക്കെ പറയുന്നത് അത് കണക്ക് തന്നെ അതിന് പറയാനൊന്നും പറ്റില്ല. എന്ന് തുടങ്ങി, എങ്ങനെ തുടങ്ങി, അത് പല ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നരസിംഹം ഹിരണ്യകശിപുവിനെ കൈകാര്യം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. രാധാകൃഷ്ണ ബന്ധവുമായി ബന്ധപ്പെട്ട ആഘോഷമായിട്ട് കിടക്കുന്നു. പ്രഹ്ലാദന്റെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ നരസിംഹം ഹിരണ്യകശിപു കഥ. അതായത് തിന്മയുടെ മാത എന്നൊരു സങ്കല്പമുണ്ട്. തിന്മയുടെ മുകളില് നന്മയുടെ വിജയം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് സാർ, അതല്ല, നമ്മൾ ഇപ്പം നമ്മുടെ രാജ്യത്ത് ഈ ഇത്തരം മതപരമായ ആഘോഷങ്ങൾക്കും നേരെയുള്ള, വിശ്വാസങ്ങൾക്കും നേരെയുള്ള എല്ലാ അതിക്രമങ്ങളെയും എതിർക്കുന്നവരാണ് നമ്മൾ. എതിർക്കപ്പെടണം. അവനവൻ്റെ വിശ്വാസധാരയിൽ മുന്നോട്ട് പോകാനും ആഘോഷിക്കാനും ഒക്കെ നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഈ ഹോളി, ശ്രീരാമനവമി ഒക്കെ ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സംഘടിതമായി ഒരു വിഭാഗം ആളുകൾ അതിൽ പ്രകോപിതരാകുന്നത്? അത് ഈ വിഗ്രഹഭഞ്ജനം എന്നുള്ളത് നേരത്തെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ ദൈവമോ അള്ളാഹുവോ പ്രവാചകനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം യുദ്ധങ്ങൾക്ക് ശേഷം നടന്നത് മക്കയിൽ വിഗ്രഹഭഞ്ജനാണ്. ഇത് മാതൃകയാണെന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ രാമനവമിയുടെ കാര്യവും ദുർഗാപൂജ, ഈ രാമനവമിക്കെതിരെ എത്ര അക്രമങ്ങളാണ് ബംഗാളിൽ നടക്കുന്നത്. ബംഗാളിൻ്റെ പരമ്പരാഗത ആഘോഷമാണ് ദുർഗാ പൂജ എന്ന് പറയുന്നത്. അത് ഈ സന്ദേശ് ഖലി ഇപ്പോൾ ഉള്ള ബസിർഹട്ട്, ആ പ്രദേശത്ത് ഇപ്പോൾ ബസിർഹട്ടിൽ നമ്മുടെ BJPയുടെ നല്ല സ്ഥാനാർത്ഥി രേഖാപത്ര അവിടുത്തെ ഈ പീഡനങ്ങൾക്ക് ഇരയായ വിഭാഗത്തിൽപ്പെടുന്ന ആളും അതിനെതിരെ പൊരുതിയ സ്ത്രീയാണ്. അതെ, അവരാണ് അത് തുടങ്ങി വെച്ചത്. ഈ ഭീകരനായ ഷാജഹാൻ ഷെയ്ഖിനെതിരെ നരേന്ദ്രമോദി ഈ രേഖാപത്രയെ ഫോണിൽ വിളിച്ചു. നമ്മുടെ കേരളത്തിലെ ആലത്തൂരെ സ്ഥാനാർത്ഥിയായ സരസ്വതി ടീച്ചറിനെയും രേഖാപത്രയെയും നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് രണ്ടുപേരും നടത്തിയ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്ക് ഒന്നും പറയാതെ വയ്യ. കാരണം ഈ പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിരിക്കെ SFI സംഘം ആ ക്യാമ്പസിൽ നടത്തിയിരുന്ന വലിയ നീചമായ അതിക്രമങ്ങളെ ചെറുത്തതിൻ്റെ പേരിൽ ഈ ടീച്ചർ പ്രിൻസിപ്പൽ റിട്ടയർ ചെയ്തപ്പോൾ കുഴിമാടമുണ്ടാക്കി, റീത്ത് വെക്കൽ മാത്രമല്ല, കുഴിമാടമുണ്ടാക്കി വെള്ളയും പിങ്കും നിറത്തിലുള്ള പൂക്കൾ വെച്ച് റീത്ത് വെച്ചു. അങ്ങനെയൊക്കെ ഒരു ഹിസ്റ്ററിയുള്ള, എന്നിട്ടും പതറാതെ നിന്ന ആളാണ് സരസ്വതി ടീച്ചർ. അതുപോലെയാണ് രേഖാപത്ര. അവിടെ ഒരു വലിയ നൊട്ടോറിയസ് ഗ്യാങ് സ്ത്രീകളെ നിരന്തരം ബലാത്സംഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ തിരിഞ്ഞു നിന്ന് പ്രതിഷേധിച്ച ഒരു സാധാരണ സ്ത്രീയാണ്. അസാധാരണ സ്ത്രീയാണ്. രാഷ്ട്രീയ പ്രവർത്തക പോലുമല്ല, ഒന്നുമല്ല. അവരിലെ അസാധാരണത്വം കണ്ടെത്തി അവരിലെ തൻ്റെ ഇടം കണ്ടെത്തി
നരേന്ദ്രമോദി വിളിച്ചത്, ഫോണിൽ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ശക്തി സ്വരൂപിണിയാണെന്നാണ്. രണ്ടുപേരെയും ശക്തി സ്വരൂപിണികൾ എന്ന് പറഞ്ഞു. രണ്ടുപേരെയും. അത് രാഹുൽ ഗാന്ധിയുടെ ശക്തി പ്രയോഗവുമായി ബന്ധപ്പെട്ടതാണ് മോദി പറഞ്ഞതും. കാരണം ഞങ്ങൾ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് ശക്തി സ്വരൂപിണികളെയാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ വാർത്തയും നമ്മുടെ പത്രങ്ങളിൽ വാർത്തയല്ല. എന്തിന് ഇപ്പം ഈ നേരെ തിരിച്ച് JNUവിലോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അവരുടെ ഒരു ആഘോഷം തടസ്സപ്പെടുത്താൻ ഹിന്ദു വിദ്യാർത്ഥികൾ ശ്രമിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും 24ഉം നിരന്തരം 2-3 ദിവസം അന്തിച്ചർച്ച നടത്തും. പത്രങ്ങളിൽ വാർത്തയായിരിക്കും. അപ്പോൾ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്കെതിരെ എന്തു നടന്നാലും എന്തു ചെയ്താലും വാർത്തയേ അല്ല. പശുവിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് എത്ര വാർത്തകളാണ് വന്നിരിക്കുന്നത്. അതെ അതെ. ബീഫിന്റെ കാര്യം പറഞ്ഞിട്ട് എത്ര വാർത്തകൾ വന്നിരിക്കുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഹോളി വടക്കേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. ഹൈദരാബാദിൽ ആക്രമണം നടന്നിട്ടുണ്ട്, സൗത്തിലും നമ്മൾ കണ്ടു. അതെ. ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ഹിന്ദുക്കൾക്ക് ഭീഷണി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആഗോള അജണ്ടയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് പരിശുദ്ധ റംസാൻ മാസം കടന്നു പോവുകയാണ്. അപ്പോഴാണ് ബദാവൂനിൽ ആ 2 ഹിന്ദു കുട്ടികളെ കൊന്നു. അല്ല, ഈ റംസാൻ മാസത്തിന്റെ ഇപ്പൊ പകുതിയിലേറെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരിടത്ത് പോലും മുസ്ലിങ്ങൾക്ക് നേരെ ഒരു ആക്രമണവും ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതില്ല. എന്നാൽ വല്ലപ്പോഴും ഒരു മാസമൊന്നും ഹിന്ദുക്കളുടെ ആഘോഷമില്ല. വല്ലപ്പോഴും വരുന്ന ഹോളി, ശ്രീരാമനവമിയൊക്കെ വരുമ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും അത് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്ന രാജ്യത്ത് ഈ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ദയാവായ്പിന് കീഴടങ്ങി ജീവിക്കേണ്ട ഗതികേടിലാണല്ലോ നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായം. ഞാൻ ഈ സന്ദേശ് കലി മെൻഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അത് നിൽക്കുന്ന രേഖാപത്രക്കെതിരെ ഉള്ള തൃണമൂൽ സ്ഥാനാർത്ഥി ഈ നസ്രുൽ ഇസ്ലാം 2010 അവിടെ ദുർഗാപൂജയ്ക്ക് തൊട്ട് മുമ്പ് ഹിന്ദുക്കൾക്കെതിരെ സംഘടിതമായി 500 പേരുള്ള ഒരു സംഘവുമായിട്ട് ആക്രമണം നടത്തിയ ആളാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ, ഹിന്ദു ക്ഷേത്രങ്ങൾ തീവച്ച ആളാണ്. അങ്ങനെ മുമ്പ് ഹിന്ദു ഭൂരിപക്ഷം പ്രദേശം തന്നെ ആയിരുന്നു അത്. ഇപ്പം 46% വോട്ടർമാർ ആ മണ്ഡലത്തിലെ മുസ്ലിങ്ങളാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യൻ അഭയാർത്ഥികളൊക്കെ വന്ന് കയറി താമസിച്ച് ഭൂരിപക്ഷം കൂട്ടുകയാണ്. അതെ, അവിടെ വല്ലാത്ത രീതിയിൽ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അവിടെ വലിയ തോതിൽ ഈ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിൽ ഗണേശ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. ഇതിനൊക്കെ എല്ലാ സ്ഥലത്തും പ്രധാനപ്പെട്ട ഹിന്ദു ആഘോഷം എന്താണോ അതിനെതിരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഈ തരത്തിൽ വലിയ ആക്രമണം ഇല്ലെങ്കിലും ഗണപതി മിത്താണെന്ന് പറയാനും അല്ല, അത് വലിയ താമസമില്ലാതെ കേരളത്തിൽ ഉണ്ടായിക്കോളും. അതെ. മാത്രമല്ല ശോഭായാത്ര ഇപ്പൊ CPM ഏറ്റെടുത്തതൊക്കെ P ജയരാജന്റെ കാലത്തൊക്കെ വലിയ തോതിൽ ഏറ്റെടുത്ത് പാർട്ടി പരിപാടിയായിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നല്ലോ. ദൈവങ്ങളെപ്പോലും കൈയടക്കാം, ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചടക്കാം, എന്നിട്ട് ക്ഷേത്രങ്ങളിൽ മതേതരത്വം നടപ്പാക്കാം. അല്ല സാർ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട രസകരമായ ഒരു വിഷയമുണ്ട്. കാരണം നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം നോർത്ത് ഇന്ത്യൻ വാർത്തകളും മറ്റ് എക്സ്ക്ലൂസീവ് വാർത്തകളും നമ്മൾ കുറച്ചായി ABC മലയാളം ന്യൂസിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മളിതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള ഡാറ്റ വെച്ചാൽ സംസാരിക്കുന്നത്. ഒന്നും നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സ്റ്റോറിയല്ല. എല്ലാം ഇത് നിങ്ങൾക്ക് മറ്റ് സൈറ്റുകളിൽ നോക്കിയാൽ, നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ നോക്കിയാൽ ഈ വാർത്തകളൊക്കെ കാണാം. ഇത് നമ്മൾ ഉള്ള വാർത്ത, നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു. അതിന്റെ പേരിൽ കുറെ ആളുകൾ നമ്മളെ വന്നിട്ട് താഴെ വിളിക്കുന്നത് എന്താണെന്നറിയോ? വർഗീയവാദികൾ. രണ്ട് വിഷങ്ങളിരുന്ന് ചർച്ച ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ സത്യം പറയുന്നു നമ്മൾ. അപ്പുറത്തുനിന്നുള്ള വർഗീയത നമുക്ക് ഈ പറഞ്ഞാൽ എന്താ കുഴപ്പം? അതായത് ഈ മറ്റേ രാംഗഡില്, ആഗ്രയില് ഈ ഇത് നടക്കുമ്പോ, ഈ ആക്രമണം നടക്കുമ്പോ പാകിസ്ഥാൻ സിന്ദാബാദ് അവരുടെ കയ്യിൽ പിസ്റ്റളുകളുണ്ട്. ആഗ്ര ഉത്തർപ്രദേശിലാണ്. അതെ, വാരാണസിയും ഉത്തർപ്രദേശിലാണ് മോദിയുടെ മണ്ഡലം. അല്ല, അവിടെ ചില ഇപ്പോൾ ആഗ്ര ആ ഭാഗത്തുമൊക്കെ മധുര ചില നേരത്തെ ക്ഷേത്രങ്ങൾ തകർത്തിട്ട് പള്ളികൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഔറംഗസേബിൻ്റെ കാലത്തുമൊക്കെ. അതൊക്കെ തിരിച്ചു പിടിക്കുന്ന കോടതി കേസുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ട്.
ഈ ആക്രമണകാരികളുടെ കയ്യിൽ ആഗ്രയിലും അലിഗഡിലും ഒക്കെ പിസ്റ്റളുകൾ ഉണ്ടായിരുന്നു റിപ്പോർട്ട്. അല്ല, ഇപ്പൊ ഈ അലിഗഡിലെ സംഭവത്തിലും തോക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പരാതിയിൽ പോലീസ് എടുത്ത കേസിലെ എഫ്ഐആറിൽ പറയുന്നത്. അതില് ആ തലയ്ക്ക് മുകളിൽ പിസ്റ്റൾ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി പറയുന്നുണ്ട്, വെടിവെച്ച് കൊന്നുകളയെന്ന് പറഞ്ഞായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ജാർഖണ്ഡിൽ ഒരാളെ കൊന്നിട്ടുണ്ട്. അല്ല, ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ IIT ഒരു ടീച്ചർ ഗോഡ്സെ അനുകൂലമായ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് എന്തൊരു കോലാഹലമായിരുന്നു. പക്ഷേ ഒരു സർവകലാശാല കാമ്പസിൽ ഹിന്ദു വിദ്യാർത്ഥികളെ ഹോളി ആഘോഷിക്കുന്നത് തടഞ്ഞ് വേശ്യയായ സീതയുടെ മക്കൾക്ക് ഒരു പണി കൊടുക്കണം എന്ന് പ്രസംഗിച്ച ഒരു വാർത്തയേ അല്ല. സീതയുടെ ഭാഗം ഇപ്പൊ സുനിൽ പറഞ്ഞല്ലോ, മറ്റേ വാക്ക് ഉപയോഗിക്കണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അവര് പറഞ്ഞത് നമ്മൾ പറയാൻ റിപ്പോർട്ടുകളിലുണ്ട്. അതെ, ആളുകൾ അറിയട്ടെ. ആളുകൾ, കാരണം നമ്മൾ ഈ ഫാക്ട് പറയുന്നതിന്റെ പേരിൽ, ഡാറ്റ വെച്ച് പറയുന്ന പേരിൽ നമ്മളെ എന്തായാലും വർഗീയവാദികളെന്ന് വിളിക്കും. അല്ല, നമുക്ക് അതിൽ വിരോധമില്ല. നമ്മൾ സത്യം പറയുന്നു എന്നുള്ളതല്ലേ പറയുള്ളൂ. ഹിന്ദു ആയിട്ട് ജനിച്ചുപോയി, ഹിന്ദുക്കളുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അല്ല, ഇനിയിപ്പോ ഇതേപോലെ നമ്മൾ ക്രിസ്ത്യാനിയുടെ കാര്യം പറഞ്ഞു, പൂഞ്ഞാറിൽ ആക്രമിക്കപ്പെട്ട ക്രിസ്ത്യാനികളാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ തുർക്കിയിലെ ഹാജിയ സോഫിയയും പിന്നീടുള്ള പള്ളികളുടെയും കാര്യം പറയുന്നുണ്ട്. നമ്മൾ സത്യമേ പറയുന്നുള്ളൂ, വസ്തുതയെ പറയുന്നുള്ളൂ. എടുത്ത് പള്ളിയാക്കുമ്പോഴും നമ്മൾ അതും പറയുന്നു. നമ്മുടെ ABC മലയാളത്തിന്റെ സ്റ്റുഡിയോയിലിരുന്ന് ഒരു വാർത്തയും നമ്മൾ ഉണ്ടാക്കുന്നില്ല, ആരെയും വെള്ളപൂശാനും പോകുന്നില്ല. നടന്നത് അതേപടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിന്റെ പേരിൽ എന്ത് ചാപ്പ കുത്തിയാലും നമുക്കതിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ നമ്മുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഹിന്ദുക്കൾക്കെതിരായ ഇത്തരം ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഈ ഘോഷയാത്രകൾ, വലിയ മഹോത്സവങ്ങൾ, അത് അപകടകരമാണ്, അത് നല്ലതല്ല. അതാണ് തീർച്ചയായും നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പിൽപ്പെട്ട മിലിറ്റൻസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം ഈ രാമനവമി അല്ലെങ്കിൽ ഹോളി ആഘോഷത്തെ ആക്രമിക്കുന്നത്. അല്ല സുനിലെ, പശ്ചാത്തലത്തിൽ ഈ CAA തുടങ്ങിയ പ്രക്ഷോഭങ്ങളുണ്ടല്ലോ. അല്ല, ഇവർ ചെറിയ ആക്രമണങ്ങൾ നടത്തുന്നു, കുറേ പേർക്ക് പരിക്കേൽക്കുന്നു. സ്വാഭാവികമായും നോർത്ത് ഇന്ത്യയിൽ എവിടെയും ഹിന്ദുക്കൾ തന്നെയാണ് വലിയ ശക്തി. അവരിതിൽ പ്രകോപിതരായി തിരിച്ചടിച്ചാൽ വലിയ കലാപമായി മാറും, വലിയ നാശനഷ്ടങ്ങളും ആൾനാശവും ഒക്കെ ഉണ്ടാവും. രാജ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും കത്തിയെരിയുന്ന സ്ഥിതി പോലും ഉണ്ടാവും. ഒരു പക്ഷേ അവരുടെ ആഗ്രഹം ഇതായിരിക്കാം. ഇതിലൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അടുത്തിടെയാണ് ഈ ഗോഹട്ടി IIT-യിൽ IS-ലേക്ക് കോൺവൊക്കേഷനൊക്കെ കഴിഞ്ഞ IIT-യിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ അയാള് പരസ്യമായി പോസ്റ്റ് ഇട്ടാ പോയെ, ഞാൻ IS ചേരാൻ പോകുന്നു. അതെ, ഈ കോഴിക്കോട്ടെ NIT-യിലെ അധ്യാപിക പോസ്റ്റ് ഇട്ടില്ലായിരുന്നു, ഒരു പോസ്റ്റിന്റെ താഴെ വന്നൊരു കമന്റ് ആയിരുന്നു. അവർക്ക് അവരുടേതായ രാഷ്ട്രീയവും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും പറയാമല്ലോ. ആ പശ്ചാത്തലത്തിലാണ് ഈ വർഗീയ വിഷം ഈ നിറങ്ങൾക്ക് നേരെ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. മഴവില്ല് എപ്പോഴും വിരിഞ്ഞു നിൽക്കണ്ടേ നമ്മുടെ രാജ്യത്ത്? അപ്പോൾ രാജ്യത്ത് എല്ലാ മതങ്ങളും തമ്മിൽ അവരുടെ വിശ്വാസങ്ങളെ പരസ്പരം മാനിച്ച് സൗഹാർദ്ദപരമായി ജീവിക്കണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ മനോരമയിലൊരു ചിത്രം വന്നിരുന്നു, ഒരു ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെയും വേറൊരു പള്ളിയുടെയും. അത് പക്ഷേ പൊതുമാതൃകയല്ല. നമ്മൾ ത്രൂ ഔട്ട് ഇന്ത്യ കാണുന്നത് ഈ വർഗീയ വിഷം ഒരു സമുദായം തുപ്പിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സമാധാനപരമായ ജീവിതത്തിന് അല്ല, അവർക്ക് വേണ്ടത് ഇതിൽ പ്രകോപിതരായി വലിയൊരു വിഭാഗം തിരിച്ചടിക്കുക, വീണ്ടും ഗുജറാത്ത്, ഭ്രൂണം, ശൂലം എന്നൊക്കെ പറയാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അജണ്ട ഇതിന് പിന്നിലുണ്ട്. ഈ സനാതനധർമ്മത്തിനെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു അപ്പനും മോനും മറ്റേ മുരുകന്റെ വേല് പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം വന്നില്ലേ? നമ്മൾ രാമനല്ല, മുരുകനാണ് ഞങ്ങളുടെ ദൈവം. അപ്പൊ ഹിന്ദുക്കളിൽ നിന്ന് പോലും ഈ പ്രീണന രാഷ്ട്രീയക്കാരുണ്ടല്ലോ. ഇപ്പൊ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഈ എല്ലാ മുസ്ലിങ്ങൾക്ക് ചാർത്തി കൊടുക്കുന്ന ഒരു സംഭവം കണ്ടില്ലേ? മറ്റേ ജയ് ഹിന്ദ്, ഇങ്ങനെ വന്ദേ മാതരം. അതെ, ചരിത്രത്തിനെ വളച്ചൊടിക്കുകയാണ്. അതെ, വളച്ചൊടിക്കുക, ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുകയാണ്. അതെ അതെ, എല്ലാ ഇത്തരം ആക്രമണങ്ങൾ. ചെമ്പകരാമൻ പിള്ള എന്ന മലയാളിയെ കുറിച്ച് പോലും പിണറായി വിജയൻ അറിയില്ല. അദ്ദേഹമാണ് ഈ പറഞ്ഞതുപോലെ ജയ് ഹിന്ദ് എന്ന് ആദ്യം പറഞ്ഞതെന്ന് പിണറായിക്ക് അറിയില്ല. അതിന്റെ പിതൃത്വവും വടക്കേ ഇന്ത്യക്കാരനായ മഹാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുക. കാരണം അദ്ദേഹം മുസ്ലിമാണ്. അതെ, മുസ്ലിമാണ്, എല്ലാം ചെയ്തത് മുസ്ലിങ്ങളാണ്. അതെ, അതുകൊണ്ട് അതും പിണറായി പറഞ്ഞു, ഇന്ത്യൻ സംസ്കാരത്തിനും ചരിത്രത്തിനും മുഗൾ ചക്രവർത്തിമാർ നൽകിയത് പ്രോജ്വല സംഭാവനകളാണ്. അതുകൊണ്ട് ഈ ജസിയ നടപ്പാക്കണം
എന്നൊരു സംഘം ഇപ്പൊ പറഞ്ഞില്ലേ, അലിഗഡ് 1000 രൂപ, ആളോഹരി നികുതി, ഹിന്ദു ആയതുകൊണ്ട് നികുതി, അതിനെയും അനുകൂലിക്കുമായിരിക്കും. ഒരുപക്ഷെ കേരളത്തിലും വരാം. അതെ, അതും വരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.